അപ്പൊ ഇദ്ദേഹം അവിടെ ഒരു വേഷം ചെയ്യാൻ വേണ്ടി വിളിച്ചു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഉണ്ട്, നിനക്ക് വേഷമൊന്നുമില്ല, നിനക്ക് ഇതിന്റെ അല്ല അങ്ങനല്ല, നിനക്ക് വേഷമില്ല. ഇത് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിട്ട് വേഷമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എൻ്റെ ഒരു സാധനം ഇല്ലെന്ന്. അതെന്താ സാധനം? പ്രിയ പറഞ്ഞു, കഥയില്ല. നിനക്ക് ആ കഥ എഴുതി തരാമെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു വേഷം തരാമെന്ന്. അവിടെ തൊട്ട് എത്രയോ നാട് അദ്ദേഹത്തിന്റെ കല്യാണം. അതിനുശേഷം വിനീത് ശ്രീനിവാസൻ ആദ്യമായിട്ട് പാടുന്നു കിളിച്ചുണ്ടൻ മാമ്പഴം. അതിനകത്ത് ഒരു മാപ്പിളപ്പാട്ട് അത് പാടിയിട്ടൊരു അച്ഛൻ്റെ ഒരു വികാരം ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് കേട്ടു. എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, അവനെങ്ങനെയുണ്ട് പാടും? ഞാൻ പറഞ്ഞ അസലായിട്ട് പാടും. ഈസ് എ ജീനിയസ് ആർട്ടിസ്റ്റ്. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ, അതുപോലെ തന്നെ ഗ്രാൻഡ് ശ്രീനിവാസൻ, അവരുടെ കുടുംബം. അവസാനമായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് ഒരു ഹോട്ടലിൽ ഞാൻ അവിചാരിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വാരി കൊടുക്കുന്നു. അവർക്ക് സമ്മതിച്ചു കൊടുത്തു. കാരണം എത്രയോ നാൾ താങ്ങും തണലുമായി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത വടക്ക് നോക്കിയ യന്ത്രം, അതിൽ മായാമയൂരം എന്ന ഒറ്റപ്പാട്ടുകളുണ്ട്. അതെനിക്കാണ് അത് കൈതപ്പുറം എഴുതി ജോൺസേട്ടൻ സംഗീതം നൽകി തന്നു. അതൊക്കെ ഒരുപാട് ഓർമ്മകളിൽ തങ്ങി നിൽക്കുകയാണ്. മായാമയൂരം പീലി നീർത്തിയോ താളമേനിയോ നവരാഗ ഭാവനയിൽ മായാമയൂരം പീലി നീർത്തിയോ ആശാമരാളം താളമേനിയോ. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി തരുന്നു. അദ്ദേഹം മാത്രം. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്, അദ്ദേഹം മരിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് തോന്നില്ല. കാരണം ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൂടുന്നു. അതുകൊണ്ട് അദ്ദേഹം അഭിനയിച്ച ഒരു പടത്തിലെ ഒരു ഫാസ്റ്റ് നമ്പർ ഈ ഒരു മൂഡ് മാറ്റാൻ വേണ്ടി പെട്ടെന്ന് നമ്മളെല്ലാവരും ശ്രീനിവാസിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക്